എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കാർഷിക വിളകൾക്കും മനുഷ്യജീവനും ഭീഷണിയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. തിരുവാലി എറിയാടിൽ നിന്നാണ് 10ഓളം കാട്ടുപന്നികളെ RRT അംഗങ്ങൾ വെടിവെച്ചു കൊന്നത്. എറിയാട് കളത്തിങ്ങൽ നവാസ് ഷെരീഫിന്റെ കൃഷിയിടത്തിൽ നിന്നാണ് എറിയാട് സ്വദേശി KP ഷാന്റെ നേതൃത്വത്തിലുള്ള അലി നെല്ലേങ്ങര മങ്കട, VJ തോമസ് മങ്കട, ദേവകുമാർ വരിക്കത്ത് പെരിന്തൽമണ്ണ എന്നിവരടങ്ങിയ സംഘം പഞ്ചായത്തിന്റെ അനുമതിയോടെ വെടിവെച്ചു കൊന്നത്. 7 മണി മുതൽ പുലർച്ചെ 3 മണി വരെ തിരുവാലി പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളായ എറിയാട്, തിരുവാലി ടൗൺ പരിസരങ്ങൾ, പിന്നെ കോഴിപ്പറമ്പ് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇത്രയും പന്നികളെ വെടിവെക്കാനായത്. ഒരുപാട് അപകടങ്ങളുണ്ടായി. ഞങ്ങളെ ഒറ്റ സുഹൃത്തായ നൗഷാദിൻ്റെ മരണം, അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് ഇപ്പോഴും ആശുപത്രിയിലാണ്. ഇതെല്ലാം കാരണം ഒരു ഫ്രീ സർവീസ് എന്ന രീതിയിൽ ആണ് തിരുവാലി പഞ്ചായത്ത് ഇന്നലെ ഈ പ്രോഗ്രാം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് K രാമൻകുട്ടി, പഞ്ചായത്ത് അംഗങ്ങളായ KP ഭാസ്കരൻ, സജീഷ് അല്ലേക്കാടൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. കർഷകർ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലൈസൻസ് തോക്ക് ഉടമകളായിട്ടുള്ള ഷാൻ ഉൾപ്പെടെയുള്ള ടീം, ഒരു RRT ടീമാണ് ഇന്നലെ രാത്രി എറിയാട് പെട്രോൾ പമ്പിന് സമീപത്തുമുള്ള കൃഷിയിടങ്ങളിൽ ഉള്ള കാട്ടുപന്നികളെ 10ഓളം വരുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയുണ്ടായി. വെടിവെച്ച് കൊന്ന മൃതശരീരങ്ങൾ ഫോറസ്റ്റിൻ്റെ സമ്മതത്തോടുകൂടി, അറിവോടുകൂടി ഇവിടെ നാട്ടുകാർ ഇത് സംസ്കരിച്ചിരിക്കുകയാണ്. വളരെ നല്ല ഒരു സദുദ്യമമാണ് ഈ ടീം നടത്തിയിട്ടുള്ളത്. തിരുവാലി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇനിയും ഒട്ടേറെ കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നതും മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ വരുന്നുണ്ട്. ഇന്നലെയാണ് ഒരു വാഗണർ കാറ് ഒരു പന്നി ഇടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അപകടമുണ്ടായി. നമ്മുടെ ഫുട്ബോൾ കളിക്കാരനായ നൗഷാദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ മരണത്തിന് കാരണമായി. ഒട്ടേറെ ആളുകൾ അപകടത്തിൽ ആശുപത്രിയിലും ചികിത്സയിലുമാണ്. ഈ സാഹചര്യത്തിൽ കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ കർഷകർ വലയുകയാണ്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ പ്രദേശത്തെ നല്ലവരായ കർഷകരുടെ നേതൃത്വത്തിൽ ഷാൻ ഉൾപ്പെടെയുള്ള ലൈസൻസ് തോക്ക് ഉള്ള ആളുകൾ ഈ സദുദ്യമം നടത്തിയിട്ടുള്ളത്. അവരെ തിരുവാലി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. തുടർന്ന് പ്രദേശത്തെ കർഷകരുടെ നേതൃത്വത്തിൽ വനപാലകരുടെ അനുമതിയോടെ പന്നികളുടെ ജഡങ്ങൾ സംസ്കരിച്ചു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ.